ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ വലിയ വിശേഷങ്ങളൊന്നുമില്ല. പനിയൊക്കെ പിടിച്ച ആ ടയേർഡ്നെസ്സിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെയും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ രസമൊക്കെ വെച്ച് ചോറ് കഴിക്കാൻ തോന്നി. അപ്പോൾ ചോറൊക്കെ തിളച്ച് ഞാൻ റൈസ് പോട്ടിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു രസം ഉണ്ടാക്കാം. രസം എന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന രസമാണ് കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഞാൻ മാരേജൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ വന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അമ്മ പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലോട്ട് തക്കാളിയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ മല്ലിയിലയും പച്ചമുളക് ഇട്ടിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കൈകൊണ്ട് തന്നെ ഒന്ന് ഞരടി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ അതിലോട്ട് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാനിട്ടത് തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മല്ലിയില കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ ഈ ചീനച്ചട്ടിയിലോട്ട് കടുകും വറ്റൽമുളകും താളിച്ച ശേഷം നല്ലവണ്ണം വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, അത്രയും ഒരു ഇഞ്ചിയും വേണമെങ്കിൽ ഇടാം കേട്ടോ. അത്രയും ചതച്ചിട്ട് നന്നായിട്ട് വഴറ്റി നല്ലൊരു സ്മെല്ല് വരും, മൂത്ത സ്മെല്ല്. അത് വന്നു കഴിഞ്ഞ ശേഷം നമ്മളിങ്ങനെ കൈകൊണ്ട് ഞരടി മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്താൽ നമ്മുടെ രസം നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ രസം പനിയൊക്കെ ഉള്ളപ്പോൾ കുടിക്കുവാണെങ്കിൽ നല്ലൊരു റിഫ്രഷിങ്ങുമാണ്. മാത്രമല്ല നമുക്ക് തൊണ്ടയൊക്കെ മൂക്കും ഒക്കെ ഉണ്ട് ഓപ്പൺ ആവും. അപ്പോൾ രസമൊക്കെ ഒഴിച്ച് ഈ പനിയൊക്കെ വരുമ്പോൾ കഴിക്കാനൊക്കെ നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അതൊരു രുചി എന്ന് പറയാൻ ഇങ്ങനത്തെ സാധനങ്ങളാണ് അപ്പോൾ പനിയൊക്കെ ഉള്ളപ്പോൾ. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ചിക്കൻ്റെ ഒരു പരട്ടം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒട്ടും വയ്യാത്തപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഡിഷാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടാവുന്നതിന് മുന്നേ തന്നെ അതിലോട്ട് കുരുമുളക് പൊടി മസ്റ്റായിട്ട് ചേർക്കണം, ഒരു ടേബിൾ സ്പൂണും. അതും മുളക് പൊടിയും. ഞാൻ ഇപ്പോൾ പെപ്പർ ചിക്കൻ വെക്കുന്നതുകൊണ്ട് പെപ്പർ പൗഡറാണ് കേട്ടോ. പെപ്പർ മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ആ പൊടികൾ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് നല്ലോണം വെള്ളം വറ്റി വെള്ളമൊക്കെ വറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ മാത്രം നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ അതിനോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ആ പൊടികൾ വഴന്ന് വേവിച്ച് കുക്കായി വെള്ളം വറ്റി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അത് സ്ലോ ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാൻ, ഒരു മീഡിയം ഫ്ലെയിമിൽ. എന്നിട്ട് എണ്ണ തെളിഞ്ഞ ശേഷം മാത്രമേ ചിക്കൻ ഇട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അത് മാത്രം ശ്രദ്ധിക്കണം ഇങ്ങനെ വയ്ക്കുമ്പോൾ. നമുക്ക് ഈ മസാലയിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇപ്പോൾ പേപ്പർ മസാലയല്ല, ചിക്കൻ മസാല ഇട്ട് കൊടുത്താൽ വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ പനിയൊക്കെ ആയതുകൊണ്ട് നല്ലൊരു സ്ട്രോങ് എഫക്റ്റ് കിട്ടാനായിട്ട് പെപ്പർ മസാലയൊക്കെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മസാലകളിൽ മാറ്റം വരുത്താവുന്നതാണ്. എന്നിട്ട് ചിക്കൻ ഇട്ട ശേഷം നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോണത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ 2 മീഡിയം സവാള കനം കുറച്ച് അരിഞ്ഞതും ചേർത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അതേ ചിക്കൻ പെപ്പർമെൻറ്റ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, നമുക്ക് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണില്ലല്ലോ നമ്മൾ. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചിക്കൻ നല്ല ജ്യൂസി ആയിരിക്കും, നല്ല ടെൻഡറായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ആ സവാളയൊക്കെ നന്നായിട്ട് മെൽട്ടായി, ഇട്ട് കുടിക്കുന്ന സവാളയൊക്കെ നന്നായി മെൽട്ടായി നല്ല റോസ്റ്റായിട്ട് വരുമ്പോൾ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ലാസ്റ്റ് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ പെപ്പറും കൂടി ഇടുവാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഡാർക്ക് കളറായിട്ട് കിട്ടും കേട്ടോ ചിക്കൻ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് വേണ്ട അതിനകത്തോട്ട്, വെറും സവാള മാത്രം ഉണ്ടായാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇനി രസമൊക്കെ ഒഴിച്ചിട്ട് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ രസം പിന്നെ ഉപ്പേരിയുണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.